വഴിത്താരകളിൽ ആപാലവൃദ്ധ ജനങ്ങൾ നൽകിയ നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് അയർക്കുന്നം മണ്ഡലത്തിലെ ഉറവയ്ക്കലാണ്. പുതുപ്പള്ളി നിയോജക മണ്ഡലത്തിലെ ചാണ്ടിയമ്മൻ്റെ പര്യടനത്തിന് തുടക്കം കുറിക്കുന്നത് ഉറവയ്ക്കിൽ നിന്നാണ്. ഉമ്മൻചാണ്ടി സാറും അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് കാലത്ത് പര്യടനങ്ങൾക്ക് തുടക്കം കുറിച്ചത് ഈ ഉറവയ്ക്കിൽ നിന്നാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ദൃശ്യങ്ങളിലേക്കൊന്ന് പോകാം. ആയിരക്കണക്കിന് കുട്ടികൾക്ക് സ്കോളർഷിപ്പുകൾ അതുപോലെ തന്നെ കായിക മേഖലയിൽ ഒട്ടേറെ ഇടപെടലുകൾ അദ്ദേഹം നടത്തുകയുണ്ടായി. അദ്ദേഹം ഒരു പുതിയ മുദ്രാവാക്യം പുതുപ്പള്ളിയിൽ ഉയർത്തി. നമുക്കറിയാം, ഈ നാടിനെ ഗ്രസിക്കുന്ന വലിയ മയക്കുമരുന്ന് വ്യാപനം, അതിലുപരിയായി വലിയ തോതിലുള്ള രാസലഹരിയുടെ വ്യാപനം. നഴ്സറി സ്കൂളുകളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് പോലും മിഠായിയുടെയും ബിസ്ക്കറ്റിന്റെയും ഒക്കെ രൂപത്തിൽ കയ്യെത്തുന്ന അകലത്തില് മയക്കുമരുന്നിനെതിരെയുള്ള മുദ്രാവാക്യവുമായി ഈ നിയോജക മണ്ഡലത്തിൽ അദ്ദേഹം 2.5 വർഷക്കാലം നടത്തിയിട്ടുള്ള വലിയ പ്രവർത്തനങ്ങൾ പുതുപ്പള്ളിയുടെ മുന്നിൽ പുത്തനധ്യായം കുറിക്കുവാൻ പ്രിയമുള്ളവരെ, നമ്മുടെ അയർക്കുന്നം മണ്ഡലം യുഡിഎഫിന്റെ നേതൃത്വം നടത്തുന്ന ഈ പര്യടന പരിപാടിക്ക് ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്നതിലേക്കായിട്ട് നമ്മുടെ അയർക്കുന്നം മണ്ഡലത്തിലെ പര്യടന പരിപാടി ഇവിടെ ആരംഭിക്കുകയാണ്. ഇവിടെ എത്തിച്ചേർന്ന എല്ലാ യുഡിഎഫ് നേതാക്കന്മാരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. എല്ലാവരെയും അഭിസംബോധന ചെയ്തുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥി പ്രിയപ്പെട്ട ശ്രീ ചാണ്ടി ഉമ്മൻ സംസാരിക്കുന്നു. ഏറ്റവും പ്രിയപ്പെട്ട യോഗത്തിന്റെ അധ്യക്ഷൻ ജിജി നാമറ്റവർ, പ്രിയപ്പെട്ട അധ്യക്ഷൻ സാബു അവർ, പ്രിയപ്പെട്ട ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ജോഷിബിൻ അവർ, പ്രിയപ്പെട്ട യുഡിഎഫിന്റെ ചെയർമാൻ പ്രിയപ്പെട്ട ശ്രീ വിൻസെന്റ് മാത്യൂസ് അവർ, പ്രിയപ്പെട്ട ഡിസംബർ രവി അവർ, പ്രിയപ്പെട്ട അവർ, ശ്രീമതി ഗീത രാധാകൃഷ്ണൻ നാഥനിയായ പഞ്ചായത്ത് പ്രസിഡന്റ് അവർ, പ്രിയപ്പെട്ട ശൈലജ രഞ്ജി, പ്രിയപ്പെട്ട രാജു ചാൻ, പ്രിയപ്പെട്ട ദീനാമറ്റം, പ്രിയപ്പെട്ട ജസ്കേക്ക, പ്രിയപ്പെട്ട ഋഷി, പ്രിയപ്പെട്ട ജോയ്സ്, പ്രിയപ്പെട്ട ജോയ് ചേട്ടൻ, പ്രിയപ്പെട്ട പ്രതീക്ഷ, പ്രിയപ്പെട്ട രജീന്ദ്ര ബോസ്, പ്രിയപ്പെട്ട സുജാത അവർ, ശ്രീ കുർബള മാമൻ, ശ്രീ ആനിഷ് രാജു, പ്രിയപ്പെട്ട പ്രിയപ്പെട്ടവർ, ഇവിടെ വരുവാനും നിങ്ങളോടൊപ്പം ഈ ദിവസം ആയിരിക്കുവാനും സാധിച്ച അതിയായ സന്തോഷം. നമ്മൾ വീണ്ടും ഒരു സ്ഥാനാർത്ഥി പര്യടനം അയർക്കുന്നത്ത് വരുമ്പോൾ വളരെയധികം സന്തോഷവും അതിലേറെ അഭിമാനവുമുണ്ട്. കാരണം അയർക്കുന്നം എന്നും യുഡിഎഫിന്റെ ഒരു ശക്തി ദുർഗമാണ്, യുഡിഎഫിന്റെ കോട്ടയാണ്. നമ്മുടെ ഏറ്റവും വലിയ പരാജയം സംഭവിച്ച പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പരാജയം സംഭവിച്ച 2020 പോലും അയർക്കുന്നത്തെ കോട്ട കാക്കുവാൻ നമുക്ക് സാധിച്ചു. അയർക്കുന്നത്തിന്റെ ഭരണം നമ്മുടെയിലായി. ഇന്ന് 7 പഞ്ചായത്ത് ജയിച്ചിരിക്കുമ്പോഴും, എല്ലാ ബ്ലോക്കും ജയിച്ചിരിക്കുമ്പോഴും, എല്ലാ ജില്ലാ പഞ്ചായത്ത് ജയിച്ചിരിക്കുമ്പോഴും അയർക്കുന്നം അതേ ശക്തി നിലനിർത്തുവാൻ നമുക്ക് സാധിച്ചിരിക്കുന്നു. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, വളരെ അഭിമാനമുണ്ട്. യുഡിഎഫിനെ ശക്തമായ കോട്ടയാണ് അയർക്കുന്നതെന്ന്.
മാത്രമല്ല ഞാൻ 2 വർഷങ്ങൾക്ക് മുമ്പ് വന്നപ്പോൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞില്ല. നാടിനോടൊപ്പം ഞാൻ കാണും. ആ വാക്ക് പാലിക്കുവാൻ എനിക്ക് സാധിച്ചു എന്ന് തീർത്തും സന്തോഷത്തോടുകൂടി എനിക്ക് പറയുവാൻ സാധിക്കും. ഇങ്ങനെ കഴിഞ്ഞ 5 വർഷം കൊണ്ട് 2.5 വർഷം കൊണ്ട് 48 വീടാണ് നമ്മൾ ചെയ്യുന്നത്. അതുപോലെ തന്നെ നമുക്ക് 35 ലക്ഷം രൂപയിൽ പരം സ്കോളർഷിപ്പ് വിദ്യാർത്ഥികൾക്ക് കൊടുക്കാൻ സാധിച്ചു. ഉമ്മൻചാണ്ടി വിദ്യാജ്യോതി പ്രകാരം അനവധി കുട്ടികൾക്ക് സ്കോളർഷിപ്പ് വേറെയും കൊടുക്കുവാൻ, ഫൗണ്ടേഷന്റെ സ്കോളർഷിപ്പ്, ഉമ്മൻചാണ്ടി വിദ്യാജ്യോതിയുടെ സ്കോളർഷിപ്പ്, അങ്ങനെ 2 തരത്തിലുള്ള സ്കോളർഷിപ്പുകൾ നമുക്ക് കണ്ടെത്തി കൊടുക്കാൻ സാധിക്കും. ആദ്യത്തെ ഉമ്മൻചാണ്ടി ഫൗണ്ടേഷന്റെ സ്കോളർഷിപ്പാണ് 35 ലക്ഷം. വിദ്യാജ്യോതി പ്രകാരം വേറെ സ്കോളർഷിപ്പ്. അതിനോടൊപ്പം തന്നെയാണ് നാം അറിയാം സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലേക്ക് വിദ്യാർത്ഥികൾക്ക് ട്രെയിനിങ് കൊടുക്കുവാൻ, പരീക്ഷ പാസ്സാക്കുവാനുള്ള അവസരം കൊടുക്കുവാൻ അവിടെയും ഉമ്മൻചാണ്ടി വിദ്യാജ്യോതി സഹായിച്ചു. നിരവധി കുട്ടികൾ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലേക്ക് പഠിക്കുവാൻ. പക്ഷെ പരാജയം സംഭവിച്ച ചില മേഖലകൾ കൂടിയുണ്ട്. എന്താണ്? നമ്മുടെ സർക്കാരിന്റെ കാര്യത്തിലാണ്. എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അത്രയ്ക്ക് നല്ലൊരു മോനിച്ചേനൊക്കെ നിൽക്കും, പുറം നിൽക്കും, വിനോദനും പുറം നിൽക്കും. അപ്പൊ ഇത് മാറി നിന്നാൽ പേര് വിട്ടുപോകും. ആളെ കാണണം, എന്നാലേ പേര് പുറത്തോട്ട് നിൽപ്പുണ്ട്, രഞ്ജിത്ത് നിൽപ്പുണ്ട്, അവസരങ്ങൾ നിൽപ്പുണ്ട്. അപ്പോ നമുക്ക് സർക്കാരുമായിട്ടുള്ള കാര്യത്തിൽ പൂർണ്ണ പരാതിയാണ്. കാരണം സർക്കാരിന് താല്പര്യമില്ല ഇവിടുത്തെ വികസനത്തിന്റെ കാര്യത്തിൽ, ഈ മണ്ഡലത്തിന്റെ വികസനത്തിന്റെ കാര്യത്തിൽ യാതൊരു താല്പര്യമില്ല എന്ന് മാത്രമല്ല, തുരങ്കം വെക്കാവുന്ന സ്ഥലത്തെല്ലാം തുരങ്കം വെച്ചുകൊണ്ടാണ് സർക്കാർ മുന്നോട്ട് പോകുന്നത്. എവിടേക്കാ നമുക്കറിയാം, നമ്മുടെ പാറേക്കടവ് പാലം പില്ലറിൽ നിൽക്കുക 10 വർഷമായി. സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടും ഒരു നടപടിയില്ല. കമ്പനിപ്പടി പാലം പൂർത്തിയാക്കുവാൻ സാധിക്കും. അതുപോലെ തന്നെ ബൈപ്പാസ് 5 കോടി എന്ന് പറഞ്ഞ 1 കോടി വെച്ചു. അത് തുടക്കമിട്ടതേ ഉള്ളൂ. ഫസ്റ്റ് പ്രയോറിറ്റി ആയിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആശുപത്രിയിലെ കിടത്തി ചികിത്സ അതും സാധ്യമാക്കുവാൻ ഈ സർക്കാരിന് സാധിച്ചു. അപ്പൊ കുറെ വർഷങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ടു, നമ്മുടെ നാടിന്റെ പ്രവർത്തനങ്ങൾക്ക് നഷ്ടപ്പെട്ടു, യാതൊരു സംശയവും. അത് നമുക്ക് തിരിച്ചു പിടിക്കാനുള്ള 5 വർഷക്കാലം. ശ്രീ KC വേണുഗോപാൽ കഴിഞ്ഞ ദിവസം വന്നപ്പോൾ ഇവിടെ പറഞ്ഞു, 10 വർഷം പുതുപ്പള്ളിക്ക് നഷ്ടപ്പെട്ടതെല്ലാം പരീക്ഷ സഹിതം അടുത്ത 5 വർഷം കേരളത്തിൽ UDF സർക്കാർ പുതുപ്പള്ളിക്ക് തിരിച്ചു നൽകും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് അഭിമാനത്തോടുകൂടി നമുക്ക് അതിൽ പ്രതീക്ഷ വെക്കാം. നമുക്ക് പുതുപ്പള്ളി ഒരു IT ഹബ്ബാക്കി മാറ്റാം, പുതുപ്പള്ളി ഒരു സ്പോർട്സ് ഹബ്ബാക്കി മാറ്റുവാൻ, പുതുപ്പള്ളിയിൽ ഒരു കൃഷിയുടെ കേന്ദ്രമാക്കി, കൃഷിക്കാരെ സംരക്ഷിക്കുന്ന ഒരു കേന്ദ്രമാക്കി മാറ്റുവാൻ നമുക്ക് സാധിക്കും. എല്ലാവരും ഒരിക്കൽ കൂടി അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട്, നിങ്ങൾ തന്ന സ്നേഹമാണ് എന്നെ ഇവിടെ കഴിഞ്ഞ 2 വർഷക്കാലം പിടിച്ചു നിർത്തിയത്. വീണ്ടും ഒരു 5 വർഷം കൂടി നിങ്ങളോടൊപ്പം ഉണ്ടാകുവാനുള്ള അഭ്യർത്ഥിച്ചു വരുമ്പോൾ നിങ്ങൾ ആ പിന്തുണ നൽകും, ആ സ്നേഹം നൽകും, കരുതൽ നൽകും എന്ന പൂർണ്ണമായ വിശ്വാസമുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം നൽകിയതിനെക്കാട്ടിൽ വലിയൊരു പിന്തുണ എനിക്ക് കിട്ടുമെന്ന് എനിക്ക് ഉറപ്പാണ്. എല്ലാവരെയും ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്തുകൊണ്ട്, നിങ്ങളോട് തന്ന സ്നേഹത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. ചെയ്യപ്പെട്ടു. തൊട്ട് പിന്നാലെ കടന്നു വരുന്നു. നിങ്ങളെ കാണുവാൻ, നിങ്ങളോട് സംസാരിക്കുവാൻ, നിങ്ങളുടെ വളരെ വിലയേറിയ ഓരോ സമ്മതിദാന അവകാശങ്ങളും നേരിട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഐക്യജനാധിപത്യ മുന്നണിയുടെ നാടിന്റെ വികസനത്തിന്റെ ബന്ധാവിൽ പുതുപുത്തൻ നാടികക്കല്ലുകൾ സമ്മാനിക്കുവാൻ ഐക്യജനാധിപത്യ മുന്നണി ആ വാഹനം മുമ്പോട്ട് പോകാൻ പറയൂ, ആ വാഹനം മുമ്പോട്ട് പോകാൻ പറയൂ. അതിന് മുമ്പിൽ നിർത്തണ്ട, അത് വിൽക്കാൻ പറയൂ. കടന്നു വരുന്ന വഴിത്താരയിലെ പ്രിയ
അപേക്ഷിക്കുന്നു. പുതുപ്പള്ളിയിലെ തന്റെ പ്രിയപ്പെട്ടവരെ നേരിൽ കണ്ട് വോട്ട് പിന്തുണയുമായി ഇതാ നമ്മുടെ സ്വന്തം അതിന്റെ ചാണ്ടിയുമായി കടന്നു വരികയാണ്. അനുഗ്രഹിക്കൂ, ആശീർവദിക്കൂ. മത്സരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ചാണ്ടി ഉമ്മൻ എംഎൽഎ നിങ്ങളെ നേരിൽ കാണുവാനും വോട്ടിപ്പെടുത്തിരിക്കുവാനായിട്ട് ഇതാ നമ്മുടെ സ്വന്തം അഡ്വക്കേറ്റ് ചാണ്ടി ഉമ്മൻ. അതിയായ സന്തോഷം. നിങ്ങളുടെ വലിയേറിയ വോട്ടുകൾ കൈപ്പത്തിച്ച് നൽകി എന്നെ വിജയിപ്പിക്കാൻ പ്രതിക്കുകയാണ്. ആ വിജയം നാടിന്റെ വിജയം, നാടിന്റെ വികസനത്തിന്റെ വിജയം, ഈ നാടിന്റെ വളർച്ചയ്ക്കുള്ള വിജയം, നമ്മുടെ നാടിന് ഒരു IT പാർക്ക്, നമ്മുടെ നാടിന് ഒരു സ്പോർട്സിന്റെ സെന്റർ, അതുപോലെ തന്നെ നമ്മുടെ നാടിനെ ഒരു സ്പിരിച്വൽ സെന്റർ ആക്കി മാറ്റുവാൻ, കൃഷിയുടെ ഹബ്ബാക്കി മാറ്റുവാൻ നിങ്ങളുടെ വലിയേറിയ വോട്ടുകൾ കൈപ്പത്തി നൽകി എന്നെ വിജയിപ്പിക്കാൻ അഭ്യർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. ജയ് ജയ് പാർട്ടി. ഐക്യജനാധിപത്യ മുന്നണിയുടെ കരുത്തരായ സാരഥി ചാണ്ടി ഉമ്മനായി വാഹനത്തിന് തൊട്ടുപിന്നാലെ കടന്നു വരുന്നു. കടന്നു വന്ന താരങ്ങൾ